നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സകലവിധ നന്മകൾക്കും നമുക്ക് കിട്ടാൻ വേണ്ടി ഗണേശ ഭഗവാന്റെ ഈ ഒരു ഗായത്രി മന്ത്രം ജപിച്ചാൽ മാത്രം മതി. ഭഗവാന്റെ പല രൂപങ്ങളും പല ഭാവങ്ങളും ഉണ്ട്. അതിൽ ഈ പറയുന്ന ഗായത്രി മന്ത്രം നിത്യവും മുടങ്ങാതെ ജപിക്കണം. അത് ജപിച്ചാലുള്ള ഫലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിചാരിച്ചാലും നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും ഭഗവാന്റെ അനുഗ്രഹത്താൽ നമുക്ക് സാധിച്ചു കിട്ടും. നിങ്ങൾ മനമുരുകി വിളിച്ചാൽ നമ്മളെ ഏതൊരു ആപത്ഘട്ടത്തിലും നമ്മളെ സഹായിക്കുന്ന ഭഗവാനാണ് വിഘ്നേശ്വരൻ ഗണപതി ഭഗവാൻ. നമ്മുടെ ജീവിതത്തിലെ മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളും ഭഗവാന്റെ അനുഗ്രഹത്താൽ മാറിക്കിട്ടും. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ നേർവഴിക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പലവിധത്തിലുള്ള തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ജോലിപരമായി നോക്കുകയാണെങ്കിൽ ജോലിയിൽ നമുക്ക് പലതരത്തിലും തടസ്സങ്ങൾ അനുഭവിക്കാം. മേലധികാരികളിൽ നിന്നും അതുപോലെ തന്നെ സഹപ്രവർത്തകരിൽ നിന്നും എന്ത് വേണ്ട നമ്മുടെ ജോലിയിലെല്ലാം എപ്പോഴും തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ നമ്മൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിന് പലവിധത്തിലും തടസ്സങ്ങൾ നഷ്ടങ്ങൾ എന്നിവ സംഭവിച്ചുകൊണ്ടിരിക്കും. അത് എല്ലാം ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാത്തതുകൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വീട്ടിലെ ഐശ്വര്യം, അതായത് വീട്ടിലെ സർവ്വസൗഭാഗ്യം ഉണ്ടാകാൻ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം അത്യന്താപേക്ഷിതമാണ്. ആ ഭഗവാന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ അവിടെ എപ്പോഴും കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം, അതായത് എപ്പോഴും കലഹങ്ങളായിരിക്കും. പല കാര്യങ്ങൾ പറഞ്ഞ് ചെറിയ നിസാര കാര്യത്തിന് പോലും വഴക്കടിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകും. പിന്നെ രോഗദുരിതങ്ങൾ, അങ്ങനെ പല വിധത്തിലും നമുക്ക് ദുരിതങ്ങൾ മൂലം ജോലിക്ക് പോകാൻ സാധിക്കാതെ വരിക. അങ്ങനെ നമുക്ക് പണി ചെയ്യാൻ എല്ലാ തരത്തിലും ആലോചന മുടങ്ങിപ്പോവുക. അങ്ങനെ പല വിധത്തിലും നമുക്ക് തടസ്സങ്ങൾ നേരിടും. അത് ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ കുറവ് കൊണ്ടാണ്. ഗണപതി ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ ഈ ഒരു ഗായത്രി മന്ത്രം നിത്യവും ജപിക്കുക. അതോടൊപ്പം ഭഗവാന് നമ്മൾക്ക് നല്ല ശുദ്ധമായ കറുക കിട്ടും. അത് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഗണപതി ഭഗവാന്. ആ കറുക നമ്മൾ വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ പോയി, അത് മുമ്പേത്തുള്ള ദിവസം ചൊവ്വാഴ്ച പോവുകയാണെങ്കിൽ തിങ്കളാഴ്ച ദിവസം, വെള്ളിയാഴ്ച പോവുകയാണെങ്കിൽ വ്യാഴാഴ്ച ദിവസം നമ്മൾ കറുക നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു ഇലയിൽ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ, വെള്ളിയാഴ്ചയാണെങ്കിൽ ചൊവ്വാഴ്ചയായാലും പിറ്റേ ദിവസം രാവിലെ നമ്മൾ അടുത്തുള്ള ഗണപതി ഭഗവാന്റെ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോവുക. അല്ലെങ്കിൽ ഗണപതി ഭഗവാന്റെ ഉപദേവത പ്രതിഷ്ഠ ഏതൊരു അമ്പലത്തിലുണ്ടാവും. ആ പ്രതിഷ്ഠയുടെ മുമ്പിൽ ഈ കറുകപ്പുല്ല് വച്ച് നമ്മൾ ഈ പറയുന്ന ഗായത്രി മന്ത്രം നിങ്ങൾ ജപിക്കണം. നിങ്ങൾ ജപിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയമുണ്ടാകും. നല്ലൊരു മാർഗം ഗണപതി ഭഗവാന്റെ തെളിയിച്ചേരും. ആ മാർഗത്തിൽ നമ്മൾ പോയാൽ നമുക്ക് ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കും. അതിന് ചൊല്ലേണ്ട ഗായത്രി മന്ത്രമാണ് ഈ ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിരിക്കും. അതും നിങ്ങൾ നല്ലൊരു പേപ്പറിൽ അല്ലെങ്കിൽ ബുക്കിൽ കുറിച്ചെഴുതി നിത്യവും രാവിലെ 108 തവണ അല്ലെങ്കിൽ വൈകുന്നേരം 108 തവണ ജപിക്കുക. അങ്ങനെ സമയം കിട്ടാത്തവരാണെങ്കിൽ, ജോലിയിൽ തിരക്കുള്ളവരാണെങ്കിൽ കുറഞ്ഞത് 12 തവണയെങ്കിലും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് വീട്ടിൽ ജപിക്കണം. തുടക്കം കുറിക്കുന്ന സമയത്ത് ഇതുപോലെ ഗണപതി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഉപദേവതയ്ക്ക് പ്രതിഷ്ഠയുള്ള ഉപദേവത ഉണ്ടാവും. അവിടെ പോയി ഈ കറുകപ്പുല്ല് സമർപ്പിച്ച് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഭഗവാനെ ബിംബത്തിൽ നോക്കി ഓം തത്പുരുഷായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഒന്നുകൂടെ ഞാൻ പറയാം. ഓം തത്പുരുഷായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഈ ഗായത്രി മന്ത്രം നിങ്ങൾ മനഃശുദ്ധിയോടെ, ഭക്തിയോടെയും വിശ്വാസത്തോടെയും ഗണപതി ഭഗവാനിൽ മനസ്സർപ്പിച്ച് അമ്പലത്തിൽ നിന്ന് ജപം ആരംഭിക്കുക. അതിനുശേഷം നിങ്ങൾ നിത്യവും വീട്ടിൽ വന്നിട്ട് രാവിലെയും വൈകിട്ടും നിലവിളക്ക് കൊളുത്തി
ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഈ നാമമന്ത്രം നിത്യവും ജപിക്കുക. ജീവിതത്തിലെ എല്ലാവിധ ഐശ്വര്യവും ഭഗവാൻ കൊണ്ടുതരും. നിങ്ങളുടെ എല്ലാവിധ തടസ്സങ്ങളും ജോലിയിലായാലും ബിസിനസ് ആയാലും കുടുംബത്തിലായാലും ഏത് തരത്തിലുള്ള തടസ്സങ്ങളും ഭഗവാൻ മാറ്റിത്തരും. നിങ്ങൾക്ക് ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും വിശ്വാസപൂർവ്വം ഈ ഗായത്രി മന്ത്രം ജപിക്കുക. എല്ലാവരും ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഞാൻ നേരുന്നു.